കരിവെള്ളൂർ പാലിയേരി കോവിലിൽ പോലീസുകാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ ഭർത്താവ് രാജേഷിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ചന്ദര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ദിവ്യശ്രീയെ ഇന്നലെ വൈകിട്ടാണ് ഭർത്താവ് രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത്. നിശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിശാന്ത്, രാജേഷിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ വൈകിട്ടാണ് പുതിയ തെരുവിൽ വെച്ചിട്ട് രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളെ പിന്നീട് വളവട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. രാജേഷിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത്. ഇന്നലെ വൈകിട്ടാണ് കരിവെള്ളൂർ പരിയേരിക്കോവിലിലെ ദിവ്യശ്രീയെ ഭർത്താവ് രാജേഷ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ പെട്രോൾ ഒഴിച്ച ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇവര് തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നലെ ശബരിമല ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ദിവ്യശ്രീ തയ്യാറെടുക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പാണ് ഭർത്താവ് രാജേഷ് വീട്ടിലേക്ക് വരികയും അക്രമം നടത്തുകയും ചെയ്തത്. ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും ഗുരുതരമായി വെട്ടേറ്റു. ഇദ്ദേഹം കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണുള്ളത്. ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇവർക്ക് ഒരു കുട്ടിയുണ്ട്. കുട്ടി പുറത്ത് കളിക്കാൻ പോയ സമയത്താണ് ഈ അക്രമം നടന്നത്. ദിവ്യശ്രീയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും.